ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം സംബന്ധിച്ച് അതിൽ വന്ന കുറവ് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 2019 അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. 2021 അപേക്ഷിച്ച് അതിനേക്കാൾ കുറവുണ്ടായിട്ടുണ്ട്. പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാട്ടിൽ പോളിംഗ് കുറവാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ കൂടുതലായിരിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷെ 2019 അപേക്ഷിച്ച് നമ്മുടെ വോട്ടിംഗ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ ഞാനത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഒന്ന് നമ്മുടെ കാലാവസ്ഥയാണ്. കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റം വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഞങ്ങളൊക്കെ പരിസ്ഥിതി പ്രവർത്തകർ എന്നുള്ളതിൽ കാലാവസ്ഥാ മാറ്റത്തെ പറ്റി പറയുമ്പോൾ മിക്കവാറും എല്ലാ രാഷ്ട്രീയ നേതാക്കളും പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഒരു ഭാവനയാണ് എന്നാണ്. ഇപ്പൊ കാലാവസ്ഥാ മാറ്റം ഒരു ഭാവനയല്ല എന്നും അതൊരു ശാസ്ത്ര സത്യമാണെന്നും അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ഒരു രാഷ്ട്രീയ കക്ഷിയും കാലാവസ്ഥാ മാറ്റത്തെ നേരിടാൻ കേരളം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു നിലപാടുമില്ലാത്തവരാണ്. ആകെ ഞാൻ കണ്ടത് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഒരു വരി കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് കണ്ടു എന്നല്ലാതെ വേറെ ഒരു ഇടത്തും ഞാനത് കണ്ടില്ല. ഇപ്പോഴും നമ്മൾ മരം വെട്ടിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നമ്മൾ വേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ഒരു ജലസ്രോതസ്സും നമ്മൾ സംരക്ഷിക്കുന്നില്ല, ഇപ്പോഴും പാടം നികത്തിക്കൊണ്ടിരിക്കുന്നു, കുന്നിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ വരുന്നതേ ഇല്ല. പക്ഷെ കാലാവസ്ഥാ മാറ്റം വളരെ ഗുരുതരമായ അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ കുറെ പേർ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്, ഒരു സംശയമില്ല. ഇപ്പോൾ 85 വയസ്സ് കഴിഞ്ഞവർക്കാണ് വോട്ടിംഗ് വീട്ടിൽ പോയി ചെയ്തത്. 85 വയസ്സിന് താഴെയുള്ള ഒരുപാട് പേർ കാലാവസ്ഥ അനുഭവിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ വിഷയം അതിനേക്കാൾ ഗുരുതരമാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും വോട്ടിന്റെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല, ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പുതുതായി കുറെ വോട്ടർമാർ വന്നു. യഥാർത്ഥത്തിൽ പുതുതായി വന്ന വോട്ടർമാരാണ് ബഹുഭൂരിപക്ഷവും വോട്ട് ചെയ്യാതിരുന്നിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു കണക്ക്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അവരിവിടെ ഇല്ല. പുതുതായി ചേർന്ന വോട്ടർമാരിൽ നല്ലൊരു പങ്കും ഒരു ദിവസം 10,000 പേര് വെച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് യുവാക്കൾ പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി കയറി പോകുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പൊ ആ കുട്ടികൾ ഇവിടെ ഇല്ല. ഇപ്പൊ അവിടെ ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിലടക്കം കുട്ടികളില്ല, അവരൊക്കെ പുറത്താണ്. അതൊരു കാര്യം. അതുകൊണ്ട് രണ്ടാമത് ഇവിടെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തന്നെ അവർക്ക് രാഷ്ട്രീയത്തിൽ പഴയതുപോലെ ഒരു എൻ്റെ തലമുറയോ എൻ്റെ ശേഷം വരും തലമുറയോ ഉള്ളതുപോലെയുള്ള ഒരു താല്പര്യം പോലും അവർക്കില്ല. കാരണം അവർക്കൊരു റോൾ മോഡൽ ഇല്ല. ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാനമാറ്റമോ ചിഹ്നമാറ്റമോ ഒക്കെ ഉണ്ടാവാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ രാജ്യത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്ന് ഈ യുവാക്കൾ പ്രതീക്ഷിക്കുന്നതേയില്ല. പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോയി വോട്ട് ചെയ്യുന്നുള്ള ഒഴിച്ചാൽ, ഞാനിപ്പോൾ ടെസ്റ്റായിട്ട് ഒരു 4-5 ബൂത്തുകൾ നോക്കി. അവിടെയൊക്കെ വോട്ട് ചെയ്യാതിരുന്നിട്ടുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷവും ഒന്നുകിൽ സ്ഥലത്തില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ മരിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, പിന്നെ യുവ ജനതയാണ്. യുവാക്കളിൽ വലിയൊരു പങ്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അവിടുത്തെ വോട്ട് തന്നെ ഏതാണ്ട് ഇത്തവണ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് വലിയൊരു എന്തെങ്കിലും റിസൾട്ടിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പുതിയ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പഴയ ആളുകൾ അതുപോലെ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കണക്കാക്കി. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിന്റെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് വന്നാൽ പൊതുവെ വോട്ടിംഗ് കുറഞ്ഞാൽ UDF-നെതിരും LDF-ന് അനുകൂലവും എന്നാണ് നമ്മുടെ ഒരു പൊതു വിശ്വാസം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ LDF-ന്റെ വോട്ടർമാർ ഷുവറായി പോയി വോട്ട് ചെയ്യാൻ ഇരിക്കുന്നത് UDF-ന്റെ വോട്ടർമാരാണ് എന്ന പൊതുവെ ഒരു മധ്യവർഗം. പക്ഷെ ഇന്ന് അതൊക്കെ മാറിയിട്ട് എത്രയോ കാലമായി. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന വർഷങ്ങളിലാണ് LDF ഏറ്റവും ഉജ്ജ്വലമായ വിജയം നേടിയിട്ടുള്ളത്. പോളിംഗ് വളരെ ഉയർന്ന വർഷങ്ങളിൽ, പോളിംഗ് താഴ്ന്ന വർഷങ്ങളിൽ UDF ജയിച്ചിട്ടുമുണ്ട്. ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് UDF-ന്റെയും LDF-ന്റെയും ക്ലാസ് കോമ്പിനേഷൻ, അതിന്റെ വർഗപരമായ ഉള്ളടക്കം ഒരുപോലെ തന്നെയാണ്. കാരണം മധ്യവർഗം കൂടുതൽ എല്ലാത്തിലും ഉണ്ട്. മുമ്പ് മധ്യവർഗം UDF-ൽ കൂടുതലും തൊഴിലാളി വർഗം LDF-ൽ കൂടുതലുമായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് എല്ലാ തൊഴിലാളി വർഗവും മധ്യവർഗമായി വന്നിട്ടുള്ള ഒരു നമ്മുടെ ഘടനയിൽ, വർഗഘടനയിൽ വന്നിട്ടുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട് കേരളത്തിൽ. ഈ ഭൂരിപക്ഷവും ഇന്ന് മധ്യവർഗത്തിലുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ചാഞ്ചാട്ടമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വേറെ തരത്തിൽ അവർ വോട്ട് ചെയ്തത്. 2019-21 നമ്മുടെ മുമ്പിലുണ്ട്. 2 തരത്തിൽ ഒരേ ആളുകൾ തന്നെ വോട്ട് ചെയ്തതിന്റെ അനുഭവമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊന്നും അല്ലാത്ത ഒരു വോട്ടും വരാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ വലിയൊരു ചലനം LDF-ന് അനുകൂലമായി വോട്ടിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് ഉണ്ടായി എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ല. അതിന് കാരണം പഴയതിൽ നിന്ന് വ്യത്യസ്തമായി LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രത്യേകമായ കാരണങ്ങളൊന്നുമില്ല. LDF-ന് ചെയ്തേ പറ്റൂ എന്ന് പറയാം. പിന്നെ ഇവർ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾ ഇലക്ഷനിൽ ഉണ്ടായോ എന്ന ചോദ്യങ്ങളാണ്. ഞാൻ അങ്ങനെ തെരഞ്ഞെടുപ്പിനെ കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം
ജാതി മതം അനുസരിച്ച് മാത്രമല്ല മനുഷ്യർ വോട്ട് ചെയ്യുന്നതെന്ന് ഇന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം രാഷ്ട്രീയമായി തന്നെയാണ് ആളുകൾ അധികവും വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ 2019 നിന്ന് ഒരുപക്ഷെ LDF-ന് ഒരല്പം മേൽക്കൈ കിട്ടിയേക്കാം എന്ന് തന്നെ കരുതുന്ന ഒരാളാണ് ഞാൻ. അതിന് കാരണം 2019 നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നും അങ്ങനെയൊക്കെയുള്ള വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അതില്ല. ഒരുപക്ഷെ ഇത്തവണയായിരിക്കും അത് യാഥാർത്ഥ്യമാവുക എന്നത് വേറൊരു കാര്യം. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ കേന്ദ്ര സർക്കാരിന് പുറകോട്ടടിയുണ്ട് എന്ന് തർക്കമില്ല. അത് എത്രത്തോളം എത്തുമെന്നോ അത് കോൺഗ്രസിന് അനുകൂലമാവുമെന്നോ ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. എന്തായാലും വരട്ടെ, അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ തീർച്ചയായും 3-4 മണ്ഡലങ്ങളിൽ ഞാൻ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പും ഇതേ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു 4-5 മണ്ഡലങ്ങളിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ശക്തിയായ മത്സരം നടക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ആ ശക്തിയായ മത്സരം നടക്കുന്നിടത്ത് LDF-ന് UDF-നും ഈക്വൽ ചാൻസ് ഉണ്ട്. പക്ഷെ പൊതുവെ ഒരു 10-12 മണ്ഡലങ്ങളിൽ UDF വളരെ അതായത് വളരെ സേഫായ സ്ഥിതിയിലാണ്, സേഫ് സിറ്റുവേഷനിലാണ് 10-12 മണ്ഡലങ്ങൾ. ബാക്കി മണ്ഡലങ്ങളിൽ ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം, വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ കുറവുണ്ടാവാം. എങ്കിൽ പോലും അഡ്വാൻറ്റേജ് UDF എന്ന് പറയാൻ തന്നെയാണ് നമുക്ക് കഴിയുക. 4-5 മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. ആ പോരാട്ടത്തിൽ LDF ജയിച്ചാൽ LDF വരാം, UDF ജയിച്ചാൽ UDF വരാം. പ്രാദേശിക ഘടകങ്ങളുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ കണക്കാക്കുന്നത് അഡ്വാൻറ്റേജ് UDF, 15-5 വരെ LDF-ന് പ്രതീക്ഷിക്കാം.